സന്തോഷം നിറഞ്ഞ നിമിഷം, ചെറിയൊരു സന്തോഷം. എൻ്റെ നാടിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അത് ഞാൻ യൂട്യൂബിൽ വലിയ റിയാക്റ്റൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഞാനിത് അട്ടപ്പാടി എന്നൊരു ഗ്രൂപ്പിലേക്ക് ഇത് ഫോർവേഡ് ചെയ്തപ്പോൾ അതിൽ മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം അവർക്ക് ഹേട്ടായതിൽ അവർക്ക് സങ്കടം തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിൽ മാധ്യമപ്രവർത്തകർ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ അതിനുവേണ്ടി അവരോട് സോറി ചോദിക്കുന്നു. കാരണം എന്നെ ആ ഒരു മാധ്യമപ്രവർത്തകൻ വിളിച്ച് സംസാരിച്ചു, ഞങ്ങൾ പരസ്പരം വിളിച്ച് സംസാരിച്ചു. ആൾ പറഞ്ഞത്, അതായത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ മാത്രമാണ് ഞങ്ങൾക്ക് ന്യൂസാക്കാൻ സാധിക്കുമെന്ന്. അവരുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് നമുക്ക് തിരിച്ചു മറുപടികളൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊന്നും വന്നിട്ടില്ല. ഞാനത് പുള്ളിയോട് വിവരിച്ചു കൊടുത്തു. അതിനുശേഷം ഒരു പുള്ളി വളരെ, എനിക്കത് ദേഷ്യം വന്നു കേട്ടോ ആളുടെ മറുപടി കേട്ടപ്പോൾ. എന്നിരുന്നാലും ദേഷ്യമോ വാശിയോ കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റില്ല. ശാന്തമായിരുന്നാലാണ്, ക്ഷമയോടെ നടന്നാലാണ് എന്തെങ്കിലും നമുക്ക് ലഭിക്കും. ആൾ പറയണേ, നീ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യണമെന്ന്. ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യുമെന്ന് പറയുമ്പോൾ പുള്ളി പറയണത്, ഞാൻ ജനിച്ചത്, തീയതി, ഡേറ്റ്, സമയം, അപ്പനമ്മ ജനിച്ചത് എന്നിങ്ങനെ നിങ്ങൾ ഇവിടെ താമസക്കാരാണോ, നിങ്ങളിവിടെ വന്നു കയറിയവരാണോ എന്നുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോ ചെയ്യണം. ഞാനപ്പോൾ പുള്ളിക്ക് കൊടുത്തൊരു മറുപടിയാണ്, ഞാൻ ജനിച്ചത് ഏത് ഹോസ്പിറ്റൽ, സമയം, വർഷം, അതേപോലെ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ്, എനിക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ അപ്പനമ്മയും അവരുടെ ജനന സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ, അതേപോലെ എന്നെ ആശുപത്രി ജനിച്ചാണെങ്കിൽ അതിൻ്റെ നേഴ്സിൻ്റെ ജനന സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങിക്കൊണ്ട് തരാൻ തന്നെ. പുള്ളി പിന്നെ ഒന്നും മിണ്ടിയിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ പുള്ളി കുറച്ചും കൂടി മെസ്സേജ് അയച്ചു. പിന്നെ മെസ്സേജ് അയച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, പുള്ളി ചോദിച്ചത് നിങ്ങളുടെ കൈകളിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോയെന്ന്. അപ്പോൾ ഞങ്ങളുടെ നാട്ടുകാർ തന്നെ ഒരു വലിയ എവിഡൻസാണ്, നീ റീച്ചിന് വേണ്ടിയിട്ടല്ലേ വീഡിയോ ചെയ്യുന്നതെന്ന്. ഞാനൊരു നാടിൻ്റെ നന്മയ്ക്കായിട്ടാണ് ചെയ്തത്. റീച്ച് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. റീച്ച് കിട്ടട്ടെ, ഇല്ലെങ്കിൽ ഇല്ല, അത്രയും ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് ശേഷം ഞാൻ പുള്ളിയോട് വേറൊരു മറുപടി പറഞ്ഞു, ഞങ്ങളുടെ ഈ എവിഡൻസൊക്കെ കാണിച്ച ചേട്ടൻ പാലം പണിത് തരുമോ എന്ന് ചോദിച്ചു. പുള്ളി പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇനി നമ്മുടെ ഏരിയയിലേക്ക് വരാനുള്ള മാധ്യമപ്രവർത്തകരാണ്. അവർ വന്നതിന് ശേഷം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു കോപ്പിറൈറ്റ് ക്ലെയിം വരാതെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വളരെ സൗമ്യതയോടാണ് എന്നോട് ആ ഒരു വ്യക്തി സംസാരിച്ചത്. ഇവരുടെ ഒന്നും പേര് ഞാൻ വിവരിക്കാത്തത് എന്താണെന്നറിയോ, എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാം. എൻ്റെ സബ്സ്ക്രൈബറിനൊക്കെ ഒന്ന് മനസ്സിലാക്കണമല്ലോ. ഇപ്പോൾ ഞാൻ ചെയ്യാത്തത് എന്താണെന്നറിയോ, കാരണം നമ്മൾ ആരെയും വെറുപ്പിക്കരുതല്ലോ, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ സ്ക്രീൻഷോട്ടും വോയിസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ ഇത് എനിക്കൊരു സന്തോഷം തോന്നിയൊരു നിമിഷമാണ്. അത് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ തോന്നി, അതിനുവേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ